മാസങ്ങൾ രാവുകൾ പകലാക്കി പഠിച്ച അധ്വാനം ഒരു ദിവസത്തെ കുറച്ച് പേരുടെ ഒരു പ്രകടനത്തിൽ പൊഴിഞ്ഞുപോയി. അവരുടെ സ്വപ്നങ്ങളാണ് ഒരു ദിവസം പൊലിഞ്ഞു പോയത്. ഞാൻ പറയുന്നത് ആരുടെ കാര്യമാണെന്ന് മനസ്സിലായി. ഈ പറയുന്ന നിതിൻ രാജും ഒരുപാട് പഠിച്ച് മെറിറ്റിൽ റാങ്ക് വാങ്ങി ആ ഒരു കോളേജിലെത്തിയത്. തുടർന്ന് ദൗർഭാഗ്യവശാൽ കുറച്ച് സംഭവങ്ങളുണ്ടായി. അവസാനം ആ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ ഒരു വിദ്യാർത്ഥിയുടെ ജീവന് വേണ്ടി ഭാവി മുന്നിൽ കണ്ട്, ഒരു സന്തോഷകരമായ ഭാവി മുന്നിൽ കണ്ട് ദൂരെ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുതാതെ മുടക്കാൻ എന്താണ് അവർക്ക് സ്വാതന്ത്ര്യം? യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. കാരണം ഇത് നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ പേരിൽ നടന്ന സമരമാണ്. ആ വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ സമരമാണ്. പക്ഷേ ആ സമരത്തിൽ 25ഓളം വിദ്യാർത്ഥികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നൊരവസരം നമുക്കറിയാം. തിരുവനന്തപുരം നഗരൂരിൽ ഇന്നലെ VIT എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള പല ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നു. ഈ എക്സാം മാറ്റിവെക്കുന്നൊന്നുമില്ല. കാരണം ഇത് ഒരു നോർമൽ കേന്ദ്ര സർക്കാർ അംഗീകൃത സർവകലാശാലയുടെ എക്സാമാണ്. അതിന് ദിവസങ്ങൾക്ക് ആ ഒരു ഡേറ്റ് അങ്ങനെ എടുത്തോ പിടിച്ചോ മാറ്റാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരാണ് അതിന് അനുമതി നൽകേണ്ടത്. സംസ്ഥാനത്തൊരു ഹർത്താൽ നടക്കുമെന്ന് വിചാരിച്ച് ആ ഒരു ഡേറ്റ് മാറ്റാൻ അവർക്ക് ഡേറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ നോർമലി ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന ഹർത്താലുകളെ കുറ്റം പറയാറുണ്ട്. ഇവിടെ BJP ഹർത്താൽ നടത്തിയാലോ, കമ്മ്യൂണിസ്റ്റ് ഹർത്താൽ നടത്തിയാലോ, കോൺഗ്രസ് ഹർത്താൽ നടത്തിയാലോ എല്ലാം തന്നെ നമ്മളതിനെ കുറ്റം പറയാറുണ്ട്. ജനജീവിതം ദുസ്സഹമാക്കി, ജനജീവിതം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു മാന്യത ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഹർത്താലുകളിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ഒന്ന്, ആംബുലൻസ്, പത്രം, പാല്, മരുന്ന്, ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ എക്സാം ഹാളുകൾ എന്നിവയെ സ്വാഭാവികമായും ഇവർ പലയിടത്തും ഒഴിവാക്കാറുണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇന്നലെ വിവിധ ദളിത് സംഘടനകളുടെ പേരിൽ സംസ്ഥാനത്തുടനീളം നടന്ന ഹർത്താൽ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കക്ഷികളുടെ പോലും തൊലി ഉരിച്ച് കളയുന്ന രീതിയിലുള്ള ഒരു ഹർത്താൽ പ്രഹസനമായിരുന്നു. കാരണം നമുക്കറിയാം, ഞാൻ ഒരു കാസ്റ്റിനെ താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി പറയുകയോ അല്ല. ഈ ദളിത് സംഘടനകൾ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ടായത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കേണ്ട നീതി, അതായത് കീഴ്ഘടകങ്ങൾക്ക് ലഭിക്കേണ്ട നീതി മേൽഘടകങ്ങളിൽ നിന്നും വാങ്ങിയെടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ പല ദളിത് സംഘടനകളും ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നലത്തെ ഒരൊറ്റ ദിവസത്തെ പ്രകടനം കൊണ്ട് തന്നെ ഈ ദളിത് സംഘടനകളുടെ വ്യക്തമായ ടാർഗറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇന്നലത്തെ ഹർത്താൽ പോയിട്ടുള്ളത്. നമുക്കറിയാം, KSRTC ബസ്സുകൾ ഹർത്താലിന് പോലീസ് സംരക്ഷണയോടുകൂടി സർവീസ് നടത്താറുണ്ട്. മെഡിക്കൽ ഷോപ്പുകൾ അത് അത്യാവശ്യ സർവീസുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പറയുന്ന ഹർത്താൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹർത്താൽ തീരുമാനിക്കുമ്പോൾ ഇവർ അത്യാവശ്യ സർവീസുകളെയും ഞങ്ങൾ ഇതിൽ പെടുത്തും എന്ന് പറയണം. മനസ്സിലായോ? നാളെ കേരളം നിശ്ചലമാകും. അത്യാവശ്യ സർവീസുകൾ ഒന്നും നടക്കില്ല. മെഡിസിൻ അത്യാവശ്യ സർവീസ് അല്ലേ ആഷിക്കെ? പാൽ, പത്രം അത്യാവശ്യ സർവീസ് അല്ലേ ആഷിക്കെ? ആംബുലൻസ് സർവീസ് അത്യാവശ്യ സർവീസ് അല്ലേ? KSRTC കുഞ്ഞുങ്ങളുമായിട്ട് തലേദിവസം രാത്രി ദൂരയാത്ര കഴിഞ്ഞ് വന്ന് പെട്ടുപോകുന്ന വ്യക്തികൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് KSRTC ബസ് സർവീസ് വേണ്ടേ? ട്രെയിനിൽ വന്ന് ഇറങ്ങുന്ന നമുക്കറിയാം, കേരളത്തിലെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളോടും ചേർന്ന് തന്നെയാണ് KSRTC സ്റ്റാൻഡുകൾ ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി KSRTCയിൽ വന്ന് കയറി പോകുന്നു. ഈ കുഞ്ഞുങ്ങളും കുട്ടികളുമായി പെട്ടുപോകുന്നവർ ഇവർക്കൊക്കെയുള്ള സർവീസ് സേവനങ്ങളെ തടസ്സപ്പെടുത്തുന്നു, നടുറോഡിൽ കിടക്കുന്നു, ആക്രമണം അഴിച്ചുവിടുന്നു. ഇന്നലെ തൊടുപുഴയിൽ നമ്മൾ കണ്ടതാണ്. ഒരുത്തൻ ബൈക്കിന് പുറകിൽ നിതിൻ രാജിൻ്റെ ഫ്ലെക്സും ഒക്കെ വെച്ച് വരുന്നു. ബൈക്ക് കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് ബൈക്കിൽ വരുന്നവരെ പോലും തടഞ്ഞ് അവനങ്ങ് ആത്മനിർവൃതി അടഞ്ഞു കഴിയുമ്പോഴേക്കും അവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ആരെ ബോധ്യപ്പെടുത്താനാണ്? നിതിൻ രാജിൻ്റെ അച്ഛൻ്റെ പ്രസ്താവന ആഷിക്ക് കേട്ടാണല്ലോ, ഒന്ന് പറയൂ ആഷിക്ക്. ഈ ഹർത്താൽ വേണ്ടിയിരുന്നില്ല, ഹർത്താൽ മകന് വേണ്ടി അങ്ങനെ നടത്തേണ്ടിയിരുന്നില്ല. അവർക്ക് വേണ്ടത് നീതിയാണ്. ഇതാണ് നിതിൻ രാജിൻ്റെ അച്ഛൻ്റെ പ്രതികരണം. പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ ഹർത്താൽ? ഇപ്പൊ എന്നോടൊരു കാര്യം ചോദിച്ചു, ഹർത്താലിൽ ആവശ്യ സർവീസ് ആവശ്യമാണോ, അല്ലെങ്കിൽ ഇതുപോലെ ആംബുലൻസ് ആവശ്യമാണോ? കേരളത്തിന് ഹർത്താൽ ആവശ്യമാണോ? കേരളത്തിന് എന്തിനാണ് ഹർത്താൽ? കേരളത്തിന് ഹർത്താൽ ആവശ്യം. കേരളത്തിൽ എന്തിനാണ് ഹർത്താൽ? പ്രതിഷേധം ആവശ്യം, ഹർത്താൽ അനാവശ്യം. അതാണ്. പ്രതിഷേധമാവാം. പ്രതിഷേധം എന്ന് പറയുന്നത് ആ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് പ്രതിഷേധമാകാം. ഈ വിവിധ സംഘടനകൾ ആ ക്യാമ്പസിലോട്ട് പോകണം, അവിടെ പ്രതിഷേധിക്കണം. പൊതുജനത്തിൻ്റെ സ്വാതന്ത്ര്യവും സഞ്ചാരവും തടസ്സപ്പെടുത്തി ആവരുത് ഒരുത്തൻ്റെയും ഈ പറയുന്ന പ്രതിഷേധം എന്ന് പറയുന്നത്. ഈ ക്രൈം നടന്ന കോളേജ്
കുറ്റാരോപിതനായ ഡോക്ടർ റാം, അതുമാത്രമല്ല അയാളുടെ ക്ലിനിക്ക്, അവിടുത്തെ ജനപ്രതിനിധികൾ, MP, MLA, മന്ത്രി, ഇവരുടെ അടുത്തേക്കാണ് പ്രതിഷേധം നടത്തേണ്ടത്. അല്ലാതെ കേരളത്തെ മൊത്തം അടച്ചുകൂട്ടി ഒരു വീർപ്പ് മുട്ടിച്ചാട്ടല്ല. അത് പ്രതിഷേധക്കാർ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നാട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സംഘടനകളുടെയും കുടുംബത്തിൽ നിന്ന് തീരെഴുതി വാങ്ങിച്ച് കിട്ടിയിട്ടുള്ളതല്ല. ഈ പ്രതിഷേധിച്ച ഒരുത്തൻ്റെയും അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വത്തല്ല ഇവിടുത്തെ റോഡും ഇവിടുത്തെ സ്ഥാപനങ്ങളും ഇവിടുത്തെ സഞ്ചാര സ്വാതന്ത്ര്യങ്ങളും. അതുപോലെ തന്നെ ഇന്നലത്തെ 25 വിദ്യാർത്ഥികൾ, അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഒരു വർഷത്തെ അധ്വാനം, രാവും പകലുമില്ലാതെ ഉറക്കമളച്ചിരുന്ന് പഠിച്ച കുട്ടികളുടെ പഠനം, ഇനി ഒരു വർഷം അവർ കാത്തിരിക്കണം. ആ ഒരു വർഷം അവർക്ക് അവിടെ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അവർക്ക് ആ എക്സാമിനായിട്ട് എൻട്രൻസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അടുത്ത വർഷത്തിന് പുതിയ കുട്ടികൾ പഠിച്ചു പോവുകയാണ്. ഇത്ര കുട്ടികൾക്കാണ് എക്സാം എഴുതുവാനുള്ള അവസരം കിട്ടുന്നത്. ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ കാണിച്ച ഈ പൊറോട്ട നാടകത്തിന് ഒരു തലമുറയുടെ ഭാവിയാണ് അവർ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു തരട്ടെ. ഞങ്ങൾ ദളിതന്മാരാണ്, ഞങ്ങൾക്ക് ഇവിടെ എന്തിനാണ് ഈ വിക്ടിം കാർഡ് ഇറക്കുന്നത്? വിക്ടിം കാർഡ് അതാണ് പോയിന്റ്. ഞങ്ങൾ താഴ്ന്നവരാണെന്ന് ഞങ്ങൾ തന്നെ അംഗീകരിക്കുന്നു. എന്തിനാണ് ഇതുപോലെ ഒരു വിക്ടിം കാർഡ് ഇറക്കുന്നത്? 21ാം നൂറ്റാണ്ടാണ് സാർ, 21ാം നൂറ്റാണ്ട്. വോട്ട് ചെയ്തില്ലേ ആണോ പറഞ്ഞത്? ആഷിക ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഒരു മെയിൻ പോയിന്റ്. ഇവിടെ എന്താ ആഷിക്കാൻ അറിയോ? ഇവിടെ വിദ്യാഭ്യാസവും അറിവുമാണോ ഒരുത്തന്റെ നിലവാരം അളക്കുന്നത്, അതോ അവന്റെ ജാതിയാണോ നിലവാരം അളക്കുന്നത്? ഇന്നത്തെ കേരളത്തിൽ വിദ്യാഭ്യാസവും സാമാന്യ ബോധവുമാണോ ഒരുത്തന്റെ മേന്മ അല്ലെങ്കിൽ ഒരുത്തന്റെ നിലവാരം അളക്കുന്നത്, അതോ ജാതിയാണോ? എന്നോട് ചോദിച്ചാൽ വിദ്യാഭ്യാസവും സംസ്കാരവും അല്ലേ. ഒരുത്തൻ നായരാണ് ബ്രാഹ്മണനാണ്, ഞാൻ നായരാണ് ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞാൻ കുറുപ്പനാണ് മേനോനാണ് തമ്പുരാനാണ്. ഞാൻ പറയട്ടെ, എനിക്ക് സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ല. 1ാം ക്ലാസ്സിന്റെ പടി പോലും ഞാൻ കടന്നിട്ടില്ല. എനിക്ക് ഒരുത്തരോട് സംസാരിക്കാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല. എൻ്റെ നെഞ്ചത്തിന് കുറുകെ ഒരു പൂണൂല് കടന്നാൽ, അല്ലെങ്കിൽ എൻ്റെ നെറ്റിയിൽ ഒരു കുറി കടന്നാൽ, ഞാൻ ഭയങ്കര ആഠ്യതമുള്ള കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അതേസമയത്ത് ഈ പറഞ്ഞ ഒരു ദളിതൻ, അവൻ നന്നായി പഠിച്ച് വിദ്യാഭ്യാസം നേടി അവനൊരു കളക്ടറോ ഡോക്ടറോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അഡ്വക്കേറ്റോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മേലാളന്മാർ ഈ അടിയാളന്റെ ഈ ഓഫീസിന് മുന്നിൽ പോയി കാവൽ കിടക്കേണ്ട അവസ്ഥ വരുമോ ഇല്ലയോ? വരില്ലേ? അപ്പൊ ഇവിടെ ജാതിയാണ് അളക്കുന്നത്. ഇവിടെ വിക്ടിം കാർഡ് ഇറക്കിയിട്ട് എന്ത് നേട്ടമാണുള്ളത്? വിക്ടിം കാർഡ് എന്തിനിറക്കുന്നു? വിക്ടിം കാർഡൊക്കെ ഇറക്കിയ കാലം ഉണ്ടായിരുന്നു, കറണ്ട് വരുന്നതിന് മുൻപ്. ഇവിടെ മാറി മറിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നതിന് മുൻപ്. ഈ അടിയാളൻ മേലാളന്റെ വയലിൽ മുട്ടറ്റൻ ചെളിയിൽ നിന്ന് പണിയെടുത്ത കാലത്ത് വിക്ടിം കാർഡ് ഇറക്കിയിരുന്നെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു. അന്ന് ഇറക്കിയിട്ടുണ്ട്, അന്ന് അവർക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ഇവിടെ സമരങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ നടന്നത് ശുദ്ധാഭാസ്തരം, തെമ്മാടിത്തം, പച്ചമലയാളത്തിൽ പറഞ്ഞ തന്തയ്ക്ക് ഇവരെ കഴിയുക. അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതിന്റെ പേര് കണ്ണടയ്ക്കേണ്ട. അത് തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ആ പാവം വിദ്യാർത്ഥിയുടെയും അവന്റെ കുടുംബത്തിന്റെയും പേരിൽ ഇന്നലെ കാണിച്ചു കൂട്ടിയ ആഭാസ തരത്തിന് തന്തയില്ലായ്മ എന്നല്ല പിന്നെ എന്ത് വർത്താനമാണ് പറയേണ്ടത്? ഇന്നലെ കാണിച്ച എന്തൊക്കെയാണ്? ഒരു ക്യാൻസർ പേഷ്യന്റിനെ വഴി തടയുന്നു. എക്സാം എഴുതാമെന്ന ഈ നിതിന്റെ അതേ പ്രായമുള്ള 25ഓളം വിദ്യാർത്ഥികളെ വഴി തടയുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ 1 വർഷത്തെ കാത്തിരിപ്പാണ്, ഞങ്ങൾക്ക് ഇത് എഴുതിയേ പറ്റൂ, വേണ്ട പോവണ്ട. ഞാൻ ഇന്നലെ ആ കുട്ടികൾ ഓരോ ആൾക്കാരെ കണ്ട് നിതിനെ തന്നെയാണ്. അവന്റെ കഷ്ടപ്പാടാണ്, അവന്റെ ആത്മാവ് പോലും ഇന്നലെ ഈ നിതിൻ എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മാവ് പോലും ഇന്നലെ കാണിച്ചു കൂട്ടിയ പ്രകസനത്തോട് പൊറുക്കില്ല. മനസ്സിലായോ? അവന്റെ ആത്മാവിന് പോലും പൊറുക്കാൻ പറ്റില്ല. അവന്റെ അച്ഛൻ ഇന്നലെ പറഞ്ഞ എന്താണ്? എന്റെ മകന് വേണ്ട നീതിയാണ്, അല്ല സമരമല്ല. ഇവർ സമരം ചെയ്യട്ടെ, കണ്ണൂരിലെ ആ കോളേജിനകത്തോട്ട് പോയി സമരം ചെയ്യട്ടെ. ഹർത്താൽ കൊണ്ട് നടന്നിട്ട് എന്താണ് നിതിന് കിട്ടിയത്? നീതി കിട്ടിയോ? നിതിന് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് നിതിൻ എന്ന് പറയുന്ന പാവം വിദ്യാർത്ഥിയുടെ ആത്മാവിനെ എത്ര മനുഷ്യർ ശപിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചു നോക്ക്. ഇവർ ഇന്നലത്തെ പ്രകസനം കാരണം കൊണ്ട്. നിതിൻ ഇന്നലത്തെ ഈ ഒരു ഹർത്താലോടെ നീതി കിട്ടിയോ? ഇല്ല, കിട്ടില്ല. പൊതുകേരളത്തിന് മാത്രം ഇന്നലെ എത്ര കോടി നഷ്ടം ഉണ്ടായിട്ടുണ്ട്? കോടികളുടെ നഷ്ടം മാത്രമാണ്. എത്രയോ കഴിവുറ്റ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ, എത്രയോ മനുഷ്യരുടെ സമയം, എത്രയോ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ചിന്തിച്ചു നോക്കുക. ഇന്നലെ ഒരു ക്യാൻസർ പേഷ്യന്റ്, അയാളെ വഴിയിൽ തടയുന്നു. അയാൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന 10 ദിവസം മുന്നേ നിങ്ങൾ എന്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചോദിച്ചവന്റെ ആരെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ആണോ അവിടുത്തെ ഡോക്ടർ? അയാളാണ് തീരുമാനിക്കുന്നത്. എന്റെ ബന്ധുക്കാരൻ അടുത്ത ദിവസം ഹർത്താൽ നടത്തുന്നുണ്ട്, എന്നാൽ പിന്നെ ഇയാൾക്ക് ഒരു 10 ദിവസം മുന്നേ എഴുതി കൊടുത്തേക്കാം. ഹർത്താലൊക്കെ നിന്റെ കുടുംബത്തെ ഉണ്ടാക്കാൻ നടത്തണം, അല്ല നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറിട്ടല്ല ഹർത്താൽ ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കണ്ടത്, 2-3 സ്ത്രീകളോട് ഈ സമരത്തിന് വന്നവർ ഏറ്റവും കൂടുതൽ എടി പൊടി എന്ന് വിളിച്ച ഒരു പ്രയോഗം. അവർക്ക് എന്തോ ആവാലോ, കയ്യില് കൊച്ചു കുട്ടിയായിട്ട് വന്ന 2-3 സ്ത്രീകളോട് എടി പൊടി തിരിച്ചു പൊടി എന്ന് പറഞ്ഞ് അവനൊക്കെ എന്തോ ആവാലോ. അവരുടെ കയ്യിൽ ഒരു കാർഡുണ്ട്, ആഷിക്ക് ഒരു വിക്ടിം കാർഡുണ്ട്, ദളിതനാണ്. അവനെ കയറി എടാ പോടാന്ന് വിളിച്ചുകൊണ്ട് ജാതി അധിക്ഷേപം, മേലാളിത്ത മേൽക്കോയ്മ.
ഇവർക്കൊക്കെ എന്തുവാ? കാരണം ഒരു കാർഡ് കയ്യിൽ ഇരിക്കുവാണല്ലോ. ദളിതൻ എന്ന് പറയുന്ന ഒരു പേര്. എന്താണ് ദളിതൻ? തൊലി നിറമാണോ ദളിതൻ? അല്ലെങ്കിൽ അവന്റെ ജാതി വാലാണോ ദളിതൻ എന്ന് പറയുന്നത്? എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഈ കാലമൊക്കെ പോയി. ഇവിടെ ദളിതനും മേലാളിനും ഒക്കെ ഉണ്ടായിരുന്ന കാലമൊക്കെ പോയി. ഇപ്പൊ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായൽ ഉറങ്ങി, ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന കാലമാണ്. തൊടലും തീണ്ടലും ഒക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് ഓർത്ത് ജീവിക്കുക.